ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരദാമ്മ പറയുക, ശ്യാമേ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? കുറച്ച് ദിവസം കൊണ്ട് എന്തിനും ഏതിനും കിടന്നങ്ങ് ബഹളം വെച്ചോളുക. നിന്റെ മട്ടം കണ്ട ഞങ്ങൾ നിന്നെ ഇവിടെ പിടിച്ചുകെട്ടി നിർത്തിയേക്കുവാണെന്ന് തോന്നുമല്ലോ. ഇതിനും മാത്രം കാണാനും കേൾക്കാനും ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എല്ലാം നീയായിട്ട് തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം. അത് നീ മറക്കണ്ട ശാലിനി. ഇനി ഇവിടെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടത്തില്ല, നീയും ഇടപെട്ട് പോയേക്കരുത്. ശ്യാമയോടനെ പറയുക, എനിക്കല്ലെങ്കിലും അറിയാം എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുമെന്ന്. എനിക്ക് ആരുണ്ട്? എനിക്ക് ജീവിതവും ഇല്ല, ഭർത്താവും ഇല്ല, കുട്ടികളും ഇല്ല. ഞാനൊരു ഒറ്റാൻ തടി. എങ്ങനെ വേണേലും എനിക്ക് ജീവിക്കാം, എങ്ങനെ വേണേലും എനിക്ക് മരിക്കുകയും ചെയ്യാം. ഇനി അമ്മ പറഞ്ഞതുപോലെ ഞാനും പറയുക, എൻ്റെ ജീവിതം അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതല്ലേ എൻ്റെ ജീവിതം, അപ്പം ഞാനായിട്ട് തന്നെ തിരിച്ചെടുത്തോളാം എന്നും പറഞ്ഞ് ശാലിനിയെയും ശാരദാമ്മയും ദേഷിച്ച് നോക്കിയിട്ട് ശ്യാമയെ അകത്തോട്ടങ്ങ് പോവുകയാണ്. ശ്യാമയുടെ ഈ പ്രവൃത്തിയും വാക്കുകളും ഒക്കെ കേട്ട് ശാലിനി ഇങ്ങനെ ദുഃഖിച്ചവിടെ നിൽക്കുവാണ്. രാഘവേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡോക്ടർ സത്യഭാമയോടും വിഷ്ണുവിനോടും പറയുവാണ്, ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വീട്ടിൽ ചെന്നാലും വളരെ ശ്രദ്ധിക്കേണ്ടി വരും. ഒരാൾ എപ്പോഴും കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ടി വരും. വിഷ്ണു ചോദിക്കുന്നു, അല്ല ഡോക്ടറെ, അച്ഛൻ്റെ തലയിലെ വേദന അതിപ്പോൾ അതിനെക്കുറിച്ചൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യവും പറയരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. രാഘവൻ നായർ മദ്യപിക്കുന്ന ആളാണോ? അയ്യോ അല്ല ഡോക്ടറെ, അങ്ങനെയുള്ള ഒരു ദുശീലവും അദ്ദേഹത്തിനില്ല. ഇനി ഒരു വീഴ്ച വീണാൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. വിഷ്ണു ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? അത് ഡോക്ടറെ, ഞാനൊരു ലോറി ഓടിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കഴിഞ്ഞേ എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിലിവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചില രോഗങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. അത് കണ്ട് നമ്മൾ ചികിത്സിച്ചാൽ മതി, അപ്പം തന്നെ അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടും. അല്ല ഡോക്ടറെ, ഡോക്ടർ ഇതുവരെയും അച്ഛൻ്റെ അസുഖം എന്താണെന്ന് പറഞ്ഞില്ല. നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന ചില തകരാറുകൾ ഭാവിയിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന് പലതും മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് എന്തെങ്കിലും രീതിയിലൊരു തടസ്സം ഉണ്ടായാൽ എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടിയിരിക്കുന്നത്. തൽക്കാലം ഞാൻ ഈ എഴുതുന്ന മരുന്ന് വാങ്ങിച്ചു കൊടുക്ക്. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കൊണ്ട് കാണിക്കണം. പിന്നെ വിഷ്ണു ഇവിടെ നിന്ന് നിൽക്ക്, അമ്മ അച്ഛൻ്റെ അടുത്തോട്ട് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ വിഷ്ണുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് കണ്ടിട്ട് സത്യഭാമയ്ക്കൊരു വല്ലാത്ത പേടിച്ചിട്ട് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അയ്യോ, ഇനി ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ രാഘവേട്ടനുള്ളത്? അത് എന്നിൽ നിന്ന് മറയ്ക്കുവാണോ എന്നോർത്ത് സത്യഭാമ ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മ അങ്ങോട്ട് പൊയ്ക്കോ, ഞാൻ പുറകിന് വന്നോളാം. ഡോക്ടർ വിഷ്ണുവിനോട് പറയുവാണ്, അച്ഛനെ ഇനി തനിച്ച് പുറത്തേക്ക് വിടരുത്. താൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ പോലും ഉണ്ടാകരുത്. അതായത് ഒരാൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണം. ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ്സൊക്കെ വിഷ്ണുവിന് മനസ്സിലായി കാണുമല്ലോ. നന്നായി അച്ഛനെ കെയർ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. സത്യാമ്മ രാഘവേട്ടനോട് ചോദിക്കുന്നു, രാഘവേട്ട ഇപ്പോൾ എങ്ങനെയുണ്ട്? നെഞ്ച് കുത്തിവലിക്കുന്ന പോലെ വേദന വല്ലതും ഉണ്ടോ? ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. തലയ്ക്ക് വേദന വല്ലതും തോന്നുന്നുണ്ടോ? അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞേ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്ന്. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വല്ലതും രാഘവേട്ടൻ ഓർമ്മയുണ്ടോ? ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ച്, അതെന്താണെന്ന് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഇന്നലെ ഉപേന്ദ്രൻ വന്നിരുന്നില്ലേ? അപ്പോൾ വിഷ്ണു അകത്തോട്ട് കയറി വരുവാണ്. അല്ല ഭാമേ, എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? സത്യഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ടോടെ രാഘവേട്ടൻ വീണ്ടും ചോദിക്കുക, പറ ഭാമേ, എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? സത്യാമ്മ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടോണ്ട് പെട്ടെന്ന് വിഷ്ണു പറയുക, കൊണ്ടുവന്നത് ശാലിനിയാണച്ചാ. സന്തോഷത്തോടെ രാഘവേട്ടൻ ചോദിക്കുക, ശാലിനിയാണോ എന്നെ കൊണ്ടുവന്നത്? പിന്നെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് രാഘവേട്ടനല്ലയോ എൻ്റെ കൈ ഫോൺ തന്നത്? ഞാനോ? അതെപ്പോൾ തന്നു? ഞാനതൊന്നും ഓർക്കുന്നതേ ഇല്ല ഭാമേ. നല്ല ശക്തിയായ നെഞ്ചുവേദനയായിരുന്നു. ഞാൻ തീർന്നു പോകുമെന്നാണ് ഞാൻ തന്നെ കരുതിയത്. ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് വിഷ്ണു പറയുക, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അമ്മ ദുരഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട് ശാലിനിയെ വിളിച്ച് സംസാരിച്ച് ഇല്ലേ? അപ്പോഴമ്മയ്ക്ക് സാഹചര്യം അനുസരിച്ച് സംസാരിക്കാനൊക്കെ അറിയാം. സത്യഭാമയല്ലേ ആള്? സത്യഭാമ പറയുക, ഞാൻ ആരുടെയും സഹായം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ നീ അവിടെ ഉണ്ടോയെന്ന് തിരക്കി, അത്ര മാത്രമേ ഉള്ളൂ. എന്നോട് കാര്യം തിരക്കിയപ്പോൾ
ഞാൻ അച്ഛന് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. ഓ, അത്രയും മതിയല്ലോ അമ്മേ. അച്ഛന് നെഞ്ചുവേദനയാണെന്നറിഞ്ഞാൽ പിന്നെ ശാലിനിക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോൾ അവൾ അപ്പം തന്നെ വണ്ടിയും കൊണ്ട് വന്നല്ലോ. ഈ രാഘവേട്ടൻ കാരണമാണ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിലേ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. എങ്കിൽ പിന്നെ ഞാൻ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. രാഘവേട്ടൻ പറയുക, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരൻ കമലിനെ വിളിക്കാമെന്ന് വിചാരിച്ചാലോ അവൻ്റെ നമ്പർ ഭാമയുടെ കയ്യിൽ ഇല്ലെന്നും പറഞ്ഞു. പിന്നുള്ളതേ ശാലിനിയാ. ആ സമയത്ത് അവളെ വിളിക്കാൻ തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ താണ്ട ജീവനോടിങ്ങനെ കിടക്കുന്നു. ഇല്ലെങ്കിലേ എന്നെ ഇപ്പോൾ വെള്ളപതപ്പിച്ച് കിടത്തായിരുന്നു നാട്ടുകാരുടെ മുമ്പിൽ. അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും അതൊന്നും രാഘവേട്ടൻ്റെ കണ്ണിൽ പിടിക്കത്തില്ലല്ലോ. ഞാൻ ചെയ്തതെല്ലാം വേസ്റ്റ്. ഇതൊക്കെ എനിക്ക് കിട്ടണം. കഷ്ടപ്പെടാൻ ഞാനും, കയ്യടി മേടിക്കാൻ മറ്റുള്ളവരും. എൻ്റെ അമ്മേ, ഇതൊരു ഹോസ്പിറ്റലാ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശാലിനി ചെയ്തത് നല്ല കാര്യമല്ലയോ? നല്ല കാര്യം ആരെങ്കിലും ചെയ്താലേ നല്ല കാര്യമാണെന്ന് തന്നെ പറയണം. അതൊന്നും പറഞ്ഞാലേ ഭാമയ്ക്ക് മനസ്സിലാകത്തില്ല. അതിനെ മനസ്സിൽ കുറച്ച് നന്മയൊക്കെ വേണം. വിഷ്ണുവിൻ്റെ കുറവറിയിക്കാതാ ശാലിനി വന്നതെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ ഭാമേ? ശാലിനി വിഷ്ണുവിൻ്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിൻ്റെ അച്ഛനെയും അമ്മയും ശാലിനി അവിടെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാണ് നോക്കുന്നത്. ഭാമേ, നീ ഇങ്ങനെ ശാലിനിയെ കുറ്റം പറയുന്നതൊന്നും വിഷ്ണു അറിയരുത്. അവൻ അറിഞ്ഞാലേ അവനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിലും ഭാമേ, നീ എന്നോർത്തെ ഇത്രയൊക്കെ ഉപകാരം ചെയ്യുന്ന അവൻ്റെ ഭാര്യയെ കുറ്റം പറയുന്നത് ശരിയാണോ? നീ പറയുന്നതൊക്കെ അവൻ ഇങ്ങോട്ടെങ്ങാനും കേട്ടോണ്ട് വന്നാൽ എന്താകും? പറ ഭാമേ. അവൻ കേട്ടോണ്ട് വന്നെങ്കിൽ എന്തായാനേ? സത്യാമ്മയും വിഷ്ണു ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കി നിൽക്കുവാണ്. രാഘവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ ആരുടെ കാര്യമായി പറയുന്നത്? വേറെ ആരുടെ കാര്യമോ പറയാനാ? വിഷ്ണുവിൻ്റെ കാര്യം തന്നെ. അപ്പോൾ രാഘവേട്ടന് വിഷ്ണുവിനെ മനസ്സിലാകുന്നില്ല. ഇത്രയൊക്കെ ഉപകാരം ചെയ്യുന്ന അവൻ്റെ ഭാര്യയെക്കുറിച്ച് നീ ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇതൊന്നും വിഷ്ണു അറിയണ്ട. എന്താ ഭാമേ നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എടി, വിഷ്ണു അറിയണ്ട എന്നാ ഞാൻ പറഞ്ഞത്. വിഷ്ണു സങ്കടത്തോടെ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛാ, ഞാനായി നിൽക്കുന്നേ. വിഷ്ണു അച്ഛാ. രാഘവേട്ടൻ ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കണ്ണടച്ച് തുറന്ന് ഇങ്ങനെ നോക്കുവാണ് വിഷ്ണുവിനെ തന്നെ. വിഷ്ണു അച്ഛായി നിൽക്കുന്നത്. വിഷ്ണു, എടാ നീ എപ്പോൾ വന്ന്? എടാ വിഷ്ണു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ. എല്ലാം മാറി. നീ ഇപ്പോൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വാ. എപ്പോൾ വീട്ടിൽ പോകാമെന്ന് ചോദിക്ക്. വിഷ്ണുവിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെടുവാണല്ലോ. അച്ഛൻ കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങ്, ഞാൻ അപ്പോഴത്തേക്കും പോയി ബില്ലൊക്കെ അടച്ചിട്ട് വരാം എന്നും പറഞ്ഞ് വിഷ്ണു കരഞ്ഞുകൊണ്ട് പോവുകയാണ്. സത്യഭാമയുടെ വീട് രോഹിത്ത് ലേലം പിടിച്ചെടുത്ത് സുസ്മിത പറഞ്ഞതുപോലെ അതൊരു മദ്യശാലയാക്കി മാറ്റിക്കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ രോഹിത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ശ്യാമ ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുവാണ്. ശ്യാമ ബാഗുമൊക്കെ ആയിട്ട് വന്ന് അകത്തോട്ട് കയറി നോക്കുമ്പോൾ കുറേ മദ്യക്കുപ്പികളുടെ അടുത്ത് ഒരുത്തനിരുന്നുകൊണ്ട് മദ്യക്കുപ്പിക്കൊക്കെ ലേബൽ ഒട്ടിക്കുവാണ്. അത് കണ്ടിട്ട് കൊണ്ടുവന്ന ബാഗ് ശ്യാമ അവിടെ അങ്ങ് താഴെ ഇടുവാണ്. നിങ്ങൾ ആരാ? നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്യുന്നത്? എടോ, ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്തുവാ ഇവിടെ ചെയ്യുന്നതെന്ന്. ശ്യാമയുടെ ആ ചോദ്യത്തിന് ഒരു കുലുക്കമില്ലാതെ അയാൾ പറയാ, നിങ്ങൾക്കെന്താ കണ്ണില്ലയോ? കണ്ണ് കാണാൻ വയ്യ? ഞാനേ കുപ്പികളിലൊക്കെ ലേബൽ ഒട്ടിക്കുക. കുപ്പിയിലൊക്കെ ലേബൽ ഒട്ടിക്കണമെന്നോ? എടോ എന്തിന്? എടോ തന്നോട് എന്തിനാണല്ലേ ചോദിച്ചത്? അവിടെ നിന്ന് ഒരു മദ്യക്കുപ്പി എടുത്ത് ശ്യാമ ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട്, ഇത് മദ്യമാണല്ലോ. അപ്പോഴൊരു പേഞ്ഞാട് പോലെ ഒരു ചെറുക്കനങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? സെക്യൂരിറ്റി, എടോ സെക്യൂരിറ്റി എന്നിങ്ങനെ അവൻ അലറി വിളിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു, ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്തിനാ ചോദിക്കാതെയും പറയാതെ ഇതിനകത്തോട്ട് കയറി വന്നത്? ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതിന് തൻ്റെ അനുവാദം ചോദിക്കണോടോ? നിങ്ങളുടെ വീടോ? ഇതേ രോഹിത് സാറിൻ്റെ ഓഫീസാണ്. രോഹിത് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരാളെ അനുവാദമില്ലാതെ ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റിവിട്ടേക്കരുതെന്ന്. അതെ, നിങ്ങളുടെ ആ രോഹിത് സാറിൻ്റെ ഭാര്യയാണ് ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. എന്താ ഇവിടെ ഒരു ബഹളം എന്നും പറഞ്ഞ് രോഹിത്ത് മുകളിൽ നിന്നിങ്ങനെ വലിയ ഗമയിൽ ഇറങ്ങി വരുന്നുണ്ട്. പ്രശ്നം എന്താ? സെക്യൂരിറ്റി പറയാ, സാർ ഇവര് പെട്ടെന്ന് രോഹിത്ത് ശ്യാമയോട്, എന്താ നിനക്ക് വേണ്ടത്? അവരുടെ പണി ചെയ്യട്ടെ. ഇതാണോ രോഹിത്തെ പണി? ഈ മദ്യക്കുപ്പികളിലെ ലേബലൊട്ടിച്ച് ആളുകളെ കൊല്ലുന്നതാണോ പണി? ഇത് എൻ്റെ ബിസിനസ്സാണ്. ഇത് ബിസിനസ് അല്ല രോഹിത്തെ, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി. ഇതിവിടെ പറ്റില്ല രോഹിത്തെ. ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കാനേ ഞാനുണ്ട്. ഞാൻ പറയുന്നതും കേട്ട് അനുസരണയോടെ നിനക്കിവിടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ നിനക്ക് പോകാം എന്നും പറഞ്ഞ് രോഹിത്ത് പുറത്തോട്ട് പോകുമ്പോൾ പുറകിന് ശ്യാമയും ഓടി പോകുന്നുണ്ട്. രോഹിത്തെ, അപ്പോൾ നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അല്ലേ? നശിക്കാൻ ഇനി എന്തിരിക്കുന്നു? എല്ലാം നശിച്ച് നാറാണക്കല്ല് എടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചത്. ഇതെന്തായാലും ഞാൻ തുടങ്ങിക്കഴിഞ്ഞ്. ഇനി ആരെതിർത്താലും ഇത് മുന്നോട്ട് തന്നെ ഈ രോഹിത്ത് കൊണ്ടുപോകും. ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് നിങ്ങൾക്ക്.
പക്ഷേ രോഹിത്തെ, എന്തെങ്കിലും ഒരു ചതിവ് ഇതിനകത്തുണ്ടായാൽ അവരാരും നിന്നെ സഹായിക്കാൻ കാണത്തില്ല. എടി, ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചവനെ ഇനി എന്ത് വന്നാലെന്താ, വന്നില്ലെങ്കിലെന്താ? ഇവിടെ അങ്ങനെ പല ബിസിനസ്സും നടക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അതിന് വേണമെങ്കിൽ ഞാൻ ഉറപ്പ് തരാം. അതുമാത്രമേ തരാൻ പറ്റൂ. പപ്പി എവിടെ? പപ്പിയും കൊണ്ട് വേണം വരണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? പപ്പി വന്നില്ല. അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന വീട്ടിൽ അവൾ വളരണ്ട. അത് നീയാണോടി തീരുമാനിക്കുന്നത്? നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ പപ്പി ഉണ്ടാവണം. എന്തോ വലിയ പ്രതികാരം മനസ്സിൽ വെച്ചോണ്ടാണ് രോഹിത് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. നീ പോയി പപ്പിയെ കൊണ്ടുവാ. പപ്പി ഇല്ലാതെ നീ ഇതിനകത്ത് കയറണ്ട. അല്ലാതെ നീ ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഏതു നേരവും പോലീസ് കയറിയിറങ്ങാൻ പോകുന്ന വീട്ടിലല്ല എൻ്റെ മോള് വളരേണ്ടത്. എൻ്റെ മോക്കേ നല്ലൊരു ഭാവിയുള്ളതാ. അത് കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ഈ വീട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ നിന്റെ കൂടെ പപ്പി വേണം. രോഹിത് ഭയങ്കര ദേഷ്യത്തിലാണ്. അവന് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുവാണ്. പപ്പിമോളെ ദ്രോഹിച്ച് വിഷ്ണുവും ശാലിനിയും കണ്ണുനീര് പൊഴിക്കുന്നത് അവന് കാണണം. പപ്പി ഇല്ലാതെ നീ ഇവിടെ ജീവിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട ശ്യാമേ. നീ പോ, നീ ചെന്ന് പപ്പിയെ വിളിച്ചോണ്ട് വാ. എന്നിട്ട് നീ ഇവിടെ പുറത്താൽ മതി. ഒരു ദാക്ഷിണ്യമില്ലാതെ ക്രൂരനെ പോലെ രോഹിത് അങ്ങ് നടന്നു പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ രോഹിത്തിനെ തന്നെ നോക്കി അവിടെ നിൽക്കുവാണ്. രാഘവേട്ടനെയും കൊണ്ട് സത്യാമ്മയും വിഷ്ണുവും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. രാഘവേട്ടനെ കാണാനായിട്ട് നൂർജഹാനും പൊന്നിയും ശാന്തയും എല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. നൂർജഹാൻ ചോദിക്കുന്നത്, വിഷ്ണുവേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞ്? മരുന്നൊക്കെ തന്നിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കണം, പുറത്തോട്ടെങ്ങും വിടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുറത്തോട്ടൊക്കെ വിടാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. ഇനി നൂറിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടേ അച്ഛൻ പുറത്തോട്ട് പോകില്ല. അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒരു രോഗിയാക്കാൻ നോക്കുവാണോ? എനിക്ക് ഒരു കുഴപ്പമില്ല മക്കളെ. എനിക്കിപ്പോൾ അതാണ്ട് ഒരു വേദനയില്ല, ഒന്നുമില്ല. ആ ഡോക്ടർ വല്ലതൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് അയാളുടെ മരുന്ന് ചെലവാക്കാനുള്ള വേലയാ. നോക്കടാ വിഷ്ണു, അച്ഛൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സത്യഭാമ പറയാ. അതെ അതെ, ആ വേദനയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഞാനല്ലയോ. ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ശാന്തേ, പലഹാരത്തിനുള്ള മാവ് ഇട്ടിട്ടുണ്ടോ? ഇട്ട് സത്യാമ്മേ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. ഇന്നു മുതൽ നമ്മുടെ പണി വീണ്ടും ശ്രദ്ധിക്കാൻ പോവാ. രാഘവേട്ടന് കിടക്കാനുള്ള ആ ബെഡ്ഷീറ്റൊക്കെ ഞാനൊന്ന് വലിച്ചിരട്ടെ എന്നും പറഞ്ഞ് സത്യഭാമയെ അകത്തോട്ട് പോവാണ്. ആ സമയം നോക്കി നൂർജഹാൻ വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ട ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വിഷ്ണുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നൂർജഹാൻ പറയുവാണ്, അച്ഛനീ നെഞ്ചുവേദനയെ ചുമ്മാതെ വന്നതല്ല, വരുത്തിച്ചതാ. എന്തുവാ നൂറേ നീ പറയുന്നത്? അതെ, ഇന്നലെ ഇവിടെ വഴക്കുണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ അനുജൻ അച്ഛനെ പിടിച്ച് വലിക്കുകയും തെള്ളി താഴെയിടുകയൊക്കെ ചെയ്തു. അങ്ങനെ അച്ഛൻ തലയടിച്ച് വീണു. നൂർജഹാൻ ഇങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണിൽ കൂടെ തീ പറക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഉപേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഉപേന്ദ്രൻ ഇനി എന്താ വരാൻ പോകുന്നെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.